ദേവത കണ്ടെയ്ൻ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാലം മുമ്പ് ഒരു എപ്പിസോഡിൽ പരാമർശിച്ചിരുന്നു. അതായത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു ധനുഷ് സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു സിനിമ ശരിക്ക് ധനുഷ് കുറേ സിനിമകൾ ചെയ്ത ശേഷം തിയേറ്ററുകളിൽ എത്തിയ ഒരു സിനിമയായിരുന്നു. ശരിക്കും ഇത് ധനുഷിൻ്റെ കരിയറിലെ രണ്ടാമത്തെ സിനിമയാവേണ്ടതായിരുന്നു. പക്ഷെ അന്ന് പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. എന്തായാലും ആ ഒരു സിനിമയെക്കുറിച്ചുള്ള ചില കഥകളാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2002 റിലീസ് ചെയ്ത തുള്ളുവത് ഇളമേ എന്ന് പറഞ്ഞ സിനിമ ഒട്ടും പ്രതീക്ഷയില്ലാതെ, അത് വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന ഒരു കൊച്ചു സിനിമയായിരുന്നു. പക്ഷെ ആ ഒരു സിനിമ അന്ന് ഭയങ്കര ഹിറ്റായി. ഇപ്പോൾ കസ്തൂരാജ എന്ന് പറയുന്ന ഒരു സംവിധായകനും സർവരാഘവൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകനും, ഇവരൊക്കെ ശരിക്കും കസ്തൂരാജയുടെ പേരിലാണെങ്കിലും സർവരാഘവനാണ് സിനിമ ഡയറക്റ്റ് ചെയ്തതെന്നൊക്കെ പിന്നീട് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും അന്ന് 18 വയസ്സ് മാത്രം പ്രായമുള്ള കസ്തൂരാജൻ്റെ മകനെ നായകനാക്കിയിട്ട് അന്ന് ഇവർ ഒരുപാട് തകർന്നിരിക്കുന്ന, അതായത് പൊളിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണം. അങ്ങനെ ആർട്ടിസ്റ്റുകളൊന്നും കിട്ടാതെ മകനെ നായകനാക്കി അതേ സിനിമ ചെയ്തും. ആ തുള്ളുവത് ഇളമേ എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കര സെൻസേഷൻ ഹിറ്റായി. അതിൽ ഷെറിൻ എന്ന് പറയുന്ന ഒരു നായികയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതിന് ശേഷം ധനുഷ് ഷെറിൻ കോംബോനെ വെച്ചിട്ട് ഒരു സംവിധായകൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അന്ന് ആ ഒരു സിനിമയ്ക്ക് കുറേ പേരുകളൊക്കെ ആയിരുന്നു. അതിൽ കാതലെന്ന സുമ്മാവ, എന്നെ മട്ടും കാതൽ പെണ്ണ്, ഇങ്ങനെ പല പേരുകളിലൊക്കെയാണ് അന്ന് ആ ഒരു സിനിമ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ 2002 തുള്ളുവത് ഇളമയ്ക്ക് ശേഷം ധനുഷ് സൈൻ ചെയ്ത ഭൂപതി പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹം സുന്ദർ സിയുടെ ഒക്കെ അസിസ്റ്റൻ്റായിട്ടും സുന്ദർ സിയുടെ സിനിമകൾക്കൊക്കെ ഡയലോഗ് റൈറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് ആ ഒരു സിനിമ റൊമാൻറ്റിക് സിനിമ എന്ന രീതിയിലാണ് അന്ന് ആ ഒരു സിനിമ സൈൻ ചെയ്യുന്നത്. പക്ഷെ അന്ന് പല കാരണങ്ങളുണ്ട്. പ്രൊഡക്ഷൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആ ഒരു സിനിമ അന്ന് ശരിക്കും നീണ്ടുപോയി. അതിനുശേഷം ധനുഷ് ചെയ്ത പടം കാതൽ കൊണ്ടേനും അതുപോലെ തന്നെ തിരുടി എന്ന് പറഞ്ഞ സിനിമ, ഈ രണ്ട് സിനിമയും വൻ ഹിറ്റായി മാറി. എനിക്ക് തോന്നുന്നു 2003 എന്ന് പറയുന്ന ഒരു വർഷം ശരിക്കും ധനുഷിൻ്റെ ഒരു കരിയർ മാറ്റിമറിച്ചൊരു വർഷം തന്നെയായിരുന്നു. കാരണം കാതൽ കൊണ്ടേൻ ക്രിട്ടിക്കലും കമേഴ്ഷ്യലും ഹിറ്റായപ്പോൾ തിരുടി എന്ന് പറയുന്ന സിനിമ പല സിനിമകളുടെയും റെക്കോർഡ് ബ്രേക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു രജനീകാന്തിൻ്റെ തന്നെ ചില സിനിമകളുടെ ചില ഏരിയയിലെ ചില ഇനീഷ്യൽ കണക്ഷനൊക്കെ ബ്രേക്ക് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ധനുഷ് എന്ന് പറയുന്ന ഒരു നടനെ എന്താ പറയുക ഒരു മെയിൻ സ്ട്രീമിൽ വരെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇത് കഴിഞ്ഞ് പിന്നീട് സുള്ളൻ, അതുപോലെ തന്നെ ഡ്രീംസ്, ഇങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ധനുഷ് ചെയ്ത്, പുതുക്കോട്ടൈ ശരവണൻ എന്ന് പറയുന്ന ഒരു സിനിമ, ഇതൊക്കെ ശരിക്കും അങ്ങനെ വലിയൊരു വിജയമല്ല. ഈ കാതൽ കൊണ്ടേൻ പോലെയോ തിരുടി പോലെയോ അങ്ങനെ വലിയ വിജയമല്ലാതിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ദേവത കണ്ടെയ്ൻ എന്ന് പറയുന്ന ഒരു പേര്, അന്ന് കാതലെന്ന സുമ്മാവല്ലേ എന്നൊക്കെ പറഞ്ഞ പേരിലൊക്കെ പ്ലാൻ ചെയ്തൊരു സിനിമ വീണ്ടും പൊടിയെട്ടിയെടുത്ത് അതൊരു വീണ്ടും ഓണായിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഷെറിനായിരുന്നു പ്ലാൻ ചെയ്തെങ്കിൽ പിന്നീട് അത് മാറിയിട്ട് ശ്രീദേവി വിജയകുമാർ എന്ന് പറയുന്ന നടൻ വിജയകുമാറിൻ്റെ മകളും അരുൺ വിജയുടെ സഹോദരിയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിനിമ നമ്മൾ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം. അത് ഇന്നും ആ ഒരു സിനിമ ആഭ്യന്തര കുറ്റവാളി ഇറങ്ങിയ കുറേ മാസങ്ങളായെങ്കിലും ആ ഒരു സിനിമയുടെ പ്രസക്തി ഇന്നും സോഷ്യൽ മീഡിയയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത അതുമായി ബന്ധപ്പെട്ടിട്ട് വരും. അതായത് ഒരു പുരുഷപക്ഷത്തുള്ള ഒരു സിനിമ, അതായത് നമുക്കറിയാം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ ദേവത കണ്ടെയ്ൻ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു പണക്കാരിയായ ഒരു പെൺകുട്ടീനെ പ്രണയിക്കുന്ന ഒരു പാൽക്കാരൻ പയ്യൻ ഒരു കോളേജിൽ ഒരു എന്താ പറയുക പാൽക്കാരനല്ല ചായയൊക്കെ കൊണ്ട് സപ്ലൈ ചെയ്യുന്നൊരു വളരെ ഒരു അനാഥനായ ഒരു സാധാരണ ഒരു ധനുഷിൻ്റെ ഒരു ക്യാരക്ടർ പ്രണയിക്കുന്നതും, ആ പെൺകുട്ടി ഒരു വലിയൊരു പണക്കാരനായ ഒരു പയ്യൻ്റെ ഒരു ആലോചന വരുമ്പോഴും അത് പറഞ്ഞിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ പെൺകുട്ടിക്ക് എന്തോ ഒരു റിയലൈസേഷനോ എന്തെങ്കിലും ഒരു മനമാറ്റമൊക്കെ വന്നിട്ട് ധനുഷിൻ്റെ കഥാപാത്രത്തെ എന്താ പറയുക പ്രണയമൊക്കെ മറന്ന് വേറൊരാൾ വിവാഹം കഴിക്കുന്ന തീരുമാനിക്കുമ്പോൾ ധനുഷ് തന്നെ പ്രണയിച്ച് വഞ്ചിച്ച പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കുന്നത്, അങ്ങനത്തെ ഒരു സിനിമകളൊന്നും അന്ന് വന്നിരുന്നില്ല. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ദേവത കണ്ടെയ്ൻ. ആ സിനിമ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും ദേവത കണ്ടെയ്ൻ എന്ന് പറഞ്ഞ പേര് നമുക്കറിയാം. അന്ന് ധനുഷ് തന്നെ കാതൽ കൊണ്ടേൽ ഒരു ഹിറ്റ് സോങ്ങാണ് ദേവത കണ്ടെയ്ൻ, യുവശങ്കർ രാജയുടെ സോങ്. ആ സോങ്ങിനെ അതെടുത്തിട്ടാണ് ദേവത കണ്ടെയ്ൻ എന്ന് പറഞ്ഞ ധനുഷിൻ്റെ പടത്തിന് ടൈറ്റിൽ ഇട്ടത്. അങ്ങനെയാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. ഇതിൽ കരുണാസ് ഉണ്ട്, അതുപോലെ തന്നെ നാസർ ശക്തമായിട്ടൊരു വക്കീലിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. ഇതിൽ ധനുഷിന് വേണ്ടി വരുന്ന ഒരു അഡ്വക്കേറ്റൊക്കെയാണ് നാസറിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഒരു സിനിമയുടെ മറ്റു ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ആ ഒരു സിനിമ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അല്ലായിരുന്നു. പക്ഷേ അത്യാവശ്യം തിയേറ്ററുകളന്ന് ശ്രദ്ധിക്കപ്പെട്ട് ചർച്ചയായ ഒരു സിനിമ തന്നെയായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തത് ദേവയാണ്. ദേവയുടെ സോങ്സ് എല്ലാം ഹിറ്റാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ഒരു സിനിമ അന്ന് 2005 പൊങ്കൽ സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അന്ന് മത്സരിക്കാനുണ്ടായിരുന്നത് വിജയുടെ തിരുപ്പാച്ചി, ശരത് കുമാറിൻ്റെ അയ്യ, പിന്നെ വേറെയും സത്യരാജിൻ്റെയൊക്കെ സിനിമയൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ അന്ന് വിന്നറായിരുന്നത് തിരുപ്പാച്ചി തന്നെയായിരുന്നു. നമുക്കറിയാം തിരുപ്പാച്ചി ഒരു അന്ന് ഗില്ലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സിനിമയാണ് വിജയുടെ. അപ്പോൾ തിരുപ്പാച്ചി തന്നെയായിരുന്നു വിന്നർ. പക്ഷെ അപ്പുറത്ത് ഈ ഒരു സിനിമയിൽ നഷ്ടമൊന്നുമല്ലായിരുന്നു. പ്രത്യേകിച്ച് B ക്ലാസ് C ക്ലാസ് കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അത്യാവശ്യം ഒരു കളക്ട് ചെയ്തൊരു സിനിമയായിരുന്നു. ഇതിന് ശേഷം ഇതേ ഒരു കോംബോ ഈ ഡയറക്ടറും ധനുഷും കൂടി തിരുവിളയാടൽ ആരംഭം എന്ന് പറഞ്ഞ് 2006 നവംബർ ഡിസംബർ ആ ഒരു സമയത്താണ് റിലീസായത്. അത് ഭയങ്കര ഒരു വിജയമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എനിക്കൊന്ന് ധനുഷിൻ്റെ കുറച്ച് പരാജയങ്ങൾക്ക് ശേഷം ധനുഷിന് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയത് ഒരു സിനിമയായിരുന്നു. പക്ഷേ അതിന് ശേഷം ഭൂപതി പാണ്ഡ്യനും ധനുഷും തമ്മിലൊന്നും ഒന്നിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവില്ല. അവർ ഒന്നിച്ചിട്ടില്ല. ഭൂപതി പാണ്ഡ്യന് പിന്നീട് അതുപോലത്തെ ഒരു സക്സസ് ഒന്നും അദ്ദേഹത്തിന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ദേവതകണ്ഠ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ പല സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളുടെ ഇടയ്ക്കൊക്കെ വീണ്ടും ഈ ഒരു സിനിമയുടെ ചില ക്ലിപ്പിങ്ങുകളൊക്കെ വെച്ചിട്ടൊക്കെ, അതായത് ഈ പറഞ്ഞ പോലെ പുരുഷന്മാരെ പ്രണയിച്ച് വഞ്ചിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ ചില സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു സിനിമ നിങ്ങൾ കാണണം. അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.